ഈ സഹോദരിയുടെ പേര് നിഷ എന്നാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പാലക്കാട് നിന്നാണ്. ഈ സഹോദരിക്ക് ഡിസ്കിന് നീർക്കെട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസമായിരുന്നു. അതുമൂലം ഒരു കാലില് മരവിപ്പൊക്കെ വന്നു. വളരെ പ്രശ്നത്തിൽ വന്ന് ഡോക്ടറൊക്കെ കാണിച്ചു. പക്ഷെ നമ്മുടെ പാലക്കാട് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് തൊട്ടു, പരിപൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പാലക്കാട് മീറ്റിങ്ങിന് വന്നപ്പോഴാണ് സൗഖ്യമായത്. മീറ്റിങ്ങിന് വന്നതാണ്. ഞാൻ ആദ്യം വരുന്നതായിരുന്നു. കുഞ്ഞിന് പ്രഗ്നന്റ് ആയ ശേഷം എനിക്ക് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു. കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ ദിവസം മുതൽ തന്നെ കാലിന് ഒന്നും അറിയില്ല. ഇതിൽ എന്ത് തട്ടിയാലോ ചുടുവെള്ളം വീണാലോ എന്ത് സംഭവിച്ചാലും ഒരു വലത്തെ കാലം ഒന്നും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ചവിട്ടിയാ പോലും ഒന്നും അറിയില്ല. ബ്ലഡ് എന്തെങ്കിലും കുത്തിയിട്ട് ബ്ലഡ് വന്നാൽ മാത്രമേ എനിക്ക് അത് എന്തെങ്കിലും തട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയുള്ളൂ. കാല് തട്ടിയാലൊന്നും അറിയില്ല. ഒന്നും അതുപോലെ മരവിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് അതുപോലെ മരവിക്കുന്നത്. രക്തോട്ടം ഇല്ലാതായി പോയത് ഒന്നുമില്ല. കാല് ഭയങ്കര വേദന, നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത. കാല് തട്ടിയാ പോലും അറിയില്ല, ചോര വന്നത് കണ്ടാലേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അത് പൂർണ്ണമായിട്ട് മാറി. തിളച്ച വെള്ളം കാലിൽ വീണാൽ കൂടെ എനിക്ക് അറിയില്ല. ആ ഒരു അവസ്ഥ മരവിപ്പായിരുന്നു. ഒന്ന് കൈയടിക്കേണ്ട കാര്യമാണ് കേട്ടോ. തിളച്ച വെള്ളം വീണാൻ പോലും അറിയില്ലായിരുന്നു. അതുപോലെ മരവിപ്പായിരുന്നു. ഇന്ന് അത് മാറിപ്പോയി. ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഒന്ന് ചുണയായിട്ട് കൈയടിക്കേണ്ട കാര്യമാ. കർത്താവിനെ കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി അപ്പാ.